ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ മുളകിട്ടതാണ്. ചിക്കൻ വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ചിക്കൻ മുളകിട്ടത്. വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ. അപ്പോൾ അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ട് ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ഉണ്ടാക്കാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടിയിൽ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ഉണ്ട്, ഇതിനൊക്കെ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂണൊക്കെ. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ 1 കിലോ ചിക്കനാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ച് സവാള ചേർക്കാം. ഞാനിപ്പോൾ ഒരു വലിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ട് വെന്ത് വരുമ്പോഴാണ് ചിക്കൻ ഒന്നും കൂടെ ഒരു കുറുകിയ പോലെ വരുന്നത്. അധികം വഴറ്റാതെ പെട്ടെന്ന് തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ കറിക്കൊരു കുറുക്കം കിട്ടില്ല. പിന്നെ സവാള പെട്ടെന്നൊന്ന് വഴണ്ടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പെട്ടെന്ന് ഇതാവാൻ വേണ്ടി മാത്രം. ബാക്കി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. സവാളൊക്കെ അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്, വെന്ത് ഒന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെയൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തക്കാളി വേണമെങ്കിൽ കുറക്കാട്ടോ, ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുത്താലും മതി, അധികം പുളി ആവശ്യമില്ലെങ്കിൽ. എന്നിട്ട് തക്കാളി വേവുന്നത് വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും. എല്ലാം നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വരുമ്പോഴാണ് കറിക്കൊന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അല്ലാതെ ഞാൻ എപ്പോഴും കറി ബിരിയാണി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചൊന്ന് ഉടഞ്ഞ ഇതിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ അത്യാവശ്യം ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാട്ടെ, ഞാൻ മല്ലിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളകിട്ട കറി ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ മുളക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ പച്ചമണമൊക്കെ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. നിങ്ങൾക്ക് കാശ്മീരി ചില്ലി വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് അരച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ, പൊടി ഇടുന്നതിന് പകരം. ഞാനത് പെട്ടെന്ന് അരക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ് പൊടി ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു കപ്പൊക്കെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി തിളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ചിക്കനിലെ ഗ്രേവിയൊക്കെ പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് നമുക്കത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. മല്ലിയില ചേർക്കുന്ന ഓപ്ഷനിലാണ് കേട്ടോ, ഇടയ്ക്ക് ആവശ്യമില്ല ചേർത്ത് കൊടുക്കണം. എനിക്ക് മല്ലിയില ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നതാണ്. നമുക്കത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 5 മിനിറ്റ് കൂടുമ്പോൾ നമുക്കിതൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അല്ല, കറി പിടിക്കാനൊന്നും ചാൻസ് ഇല്ല, എന്നാലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ല പെട്ടെന്ന് വേവാനും നല്ലതാണ്. അപ്പം ഇടയ്ക്ക് ഞാനൊരു 5 മിനിറ്റ് കൂടുമ്പോൾ 2 പ്രാവശ്യമായിട്ടും തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട് ചിക്കൻ. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പിലയും ചേർത്ത് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും തുറന്ന് നോക്കാം. മൊത്തം ഒരു 15 to 20 മിനിറ്റൊക്കെ മതിയാവും വേവാൻ. കാരണം ഗ്യാസിൽ ഇത് ഇപ്പോൾ ചട്ടിയിലായതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ കുക്കറിലാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക്
കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയിലയും കുറച്ച് വേപ്പിലയും ചേർത്തോട്ട് ഒന്ന് അടച്ച് വെക്കാം. ചിക്കൻ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി. ഒരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയാണ് കേട്ടത്. പെട്ടെന്ന് തന്നെ ആവും. കുക്കറിലാണെങ്കിൽ ഒന്നുകൂടി എളുപ്പമായിട്ടാവും. നല്ല ടേസ്റ്റുമാണ്. ചപ്പാത്തിയുടെ കൂടെ ആയാലും പത്തിരി ആണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും എന്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.